കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക്, എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. രണ്ട് കമൻറ്റ് വന്നു, വിളക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന്. വിളക്ക് വഴിപാടായിട്ട് കൊടുക്കുകയും വിളക്ക് സങ്കല്പിക്കുക, എല്ലാവർക്കും ഒരു കാര്യമുണ്ട്. എല്ലാവരും എന്ത് കാര്യം സാധിച്ചാലും, ഞാൻ മലയാളപ്പുഴ അമ്മ ഒരു വിളക്ക് തന്നേക്കാം, ചെട്ടുളങ്ങര അമ്മ വിളക്ക് തന്നേക്കാം, കൊടുങ്ങല്ലൂർ അമ്മ ഒരു വിളക്ക് തന്നേക്കാം, ചോറ്റാനിക്കര അമ്മ ഒരു വിളക്ക് തന്നേക്കാം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് കൊടുക്കുക അതുമില്ല. കൊടുക്കാതെ ചിലർ മറന്നു പോകും. എല്ലാവരുടെയും കാര്യം അല്ല ഈ പറയുന്നത് കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല, അത് മറന്നു പോകും. പിന്നെ അടുത്തതിനും പറയും 2 ദിവസം കഴിയുമ്പോൾ വിളക്ക് തന്നേക്കാം. 5 8 വിളക്കൊക്കെ ഇങ്ങനെ അങ്ങ് ആവും. അതാകുമ്പോൾ ഈ ദോഷം പിന്നെയും സംഭവിക്കും. പിന്നെയും ജോലിച്ചിനെടുക്കുമെന്ന് പരിഹാരം ചെയ്താൽ ഏക്കുമോ അതും ഇല്ല താനും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ കിടക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ നിങ്ങൾ ഇദ്ദേഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തരുന്നില്ല. നമ്മൾ ഇരിപ്പനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ചോദിക്കത്തില്ല. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, ഞാൻ ചോദിക്കില്ല. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് 50,000 രൂപ എൻ്റെ അടുത്ത് ചോദിക്കുക. കലേഷ് കുമാറെ ഒരു 50,000 രൂപ കൊണ്ട് തരുമോ? ഞാൻ തരുമോ എന്ന് പറഞ്ഞോളൂ. അമ്മയുടെ അടുക്കൽ മേടിക്ക് കൊണ്ടു കൊടുക്കും. പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യം കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക അതുമില്ല. അപ്പം നമ്മൾ വിളക്ക് കൊടുക്കുവാണെങ്കിൽ, സങ്കല്പ വിളക്ക് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും നെയ്യ് ഒഴിച്ചിട്ട് വേണം വിളക്ക് കൊടുക്കാൻ. ആ വിളക്ക് അവിടുത്തെ അകത്തെ ആവശ്യങ്ങൾക്കൊന്നും എടുക്കത്തുമില്ല. ഒരു കാരണവശാലും എടുക്കത്തില്ല. അത് ചിലപ്പോൾ എന്താ പറയുക, മയിലുള്ള വിളക്കായിരിക്കാം, അല്ലെ തട്ടുള്ള വിളക്കായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള വിളക്കാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പുള്ള നിലവിളക്ക് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നത്. കൂമ്പുള്ള വിളക്ക് ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ എങ്കിലേ ശക്തിമത്താകാനുള്ള സാധ്യതാവസ്ഥയുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. ദേവന് ചെയ്തതിന് പറഞ്ഞാൽ നിലവിളക്ക് തന്നെ. ഒരു മയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെട്ടുകളോ, 5 വെട്ട ഇട്ടിട്ടുള്ള വിളക്കുകളോ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തിനകത്തിരിക്കുന്നത്? ഒരിക്കലും ഇല്ല. അപ്പോൾ ക്ഷേത്ര താന്ത്രിക വിധി പ്രകാരമല്ലേ പോകുന്നത്? ആണോ? എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ ഭഗവതി ക്ഷേത്രവും ഭഗവാന്റെ ക്ഷേത്രങ്ങളും എല്ലാം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിളക്ക് കൊടുക്കുമ്പോൾ നെയ്യൊഴിച്ച് തിരിതെളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി സങ്കല്പം പരിഹരിച്ച് തന്നതിൽ നമ്മുടേതായിട്ടുള്ള നന്ദി സൂചകമൊക്കെ സൂചിപ്പിച്ച് അമ്മയോട് മാപ്പ് അപേക്ഷിച്ച് ഒക്കെ വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.